ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പോൾ മാങ്ങ സീസണൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് മാങ്ങ പറിച്ചിട്ട് ഒരു അടിപൊളി അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള കറിയാണിത്. അപ്പോൾ നമുക്കിവിടെ ഒരു മാവുണ്ട്, അത്യാവശ്യം കുറേ മാങ്ങ ഇതിനകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു മാവായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറേ ഇതിനകത്ത് മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, എന്നാൽ പിന്നെ ഒരു അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ എന്ന്. എന്നാൽ പിന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് മാങ്ങയൊക്കെ പറിക്കാം. അപ്പം ഞാൻ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടെ ഡെയിലി കിട്ടിക്കൊണ്ടിരുന്നൊരു കറിയായിരുന്നു ഇത്. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും കഴിക്കുന്ന സമയത്ത് എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ലായിരുന്നു. പക്ഷെ പിന്നൊക്കെ ഇത് കഴിച്ചു വന്ന സമയത്താണ് നല്ല ടേസ്റ്റാണിത്. പ്രത്യേകിച്ച് നമ്മൾ ബീഫ് കറി അതുപോലെ തന്നെ മീൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മാങ്ങയാണ് പറിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാങ്ങയൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ മാങ്ങ ആയതുകൊണ്ട് ഒരു ഭയങ്കര സന്തോഷമാണിത് കാണുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ചൊനയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില പറിച്ചെടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. അപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി നമുക്ക് കറിവേപ്പില ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്കിനി വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ നമ്മുടെ പച്ചമുളക് ഏകദേശമൊക്കെ നമ്മൾ കുറേ പറിച്ചെടുത്തു. ഇനി ഇതിനകത്ത് അത്യാവശ്യം നല്ല മൂത്ത് വിളഞ്ഞിട്ടുള്ളത് നോക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊരു 2 പച്ചമുളകൊക്കെ മതി. ഇവിടെ നമുക്ക് വീട്ടിലധികം ആരും അങ്ങനെ വലിയ എരിവ് കൂട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 2 പച്ചമുളക് തന്നെ ധാരാളമാണ്. അപ്പോൾ ഈ 2 പച്ചമുളക് മതി. അപ്പോൾ ഇനി നമുക്ക് ഇഞ്ചി വേണം. അപ്പോൾ ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതുമായിട്ട് കറി ഉണ്ടാക്കാൻ പോവാം. മാങ്ങ മുറിച്ചപ്പോഴാണ് മനസ്സിലായത് കുറച്ച് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ എടുക്കുമ്പോൾ നല്ല പച്ച മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങ തന്നെ എടുക്കണേ. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ച് ചുവന്നുള്ളി നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ മാങ്ങ നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഏതിലാണോ കറി വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. അപ്പം നമ്മൾ മാങ്ങ ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം മുളക് പൊടി അധികം കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു എരിവ് മതി. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നമ്മുടെ കറി അത്യാവശ്യം ഒരു മഞ്ഞ കളറായിട്ടാണ് വരേണ്ടത്. പിന്നെ നമ്മൾ പാകത്തിന് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്ഷണലാണ്. കുറച്ച് 1/4 ടീസ്പൂൺ ഉലുവയാണ്. ഇതിന് പകരം പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കടുക് പൊടിക്കുന്ന സമയത്ത് പെരുംജീരകം ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കണം. അപ്പം ഇത് നമ്മുടെ ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, ചെറിയ ഉള്ളി, ഇതിൻ്റെ എല്ലാം നന്നായിട്ട് ജ്യൂസ് ഇറങ്ങി വരണം. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഞെരടുമ്പോൾ തന്നെ വിനാഗിരിയും കൂടെ ഒക്കെ ഒഴിക്കുമ്പോൾ ഒരു നല്ല പ്രത്യേക സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങയും കൂടി ഇട്ടിട്ടൊന്ന് ഞെരടിയെടുക്കാം. അപ്പോൾ ഈ മാങ്ങയ്ക്കകത്തോട്ട് ഇതിൻ്റെ ഈ ഒരു ജ്യൂസ് എല്ലാം ഒന്ന് നന്നായിട്ട് ഇറങ്ങണം. അപ്പോൾ അത്യാവശ്യം നമുക്കൊന്ന് ഞെരടിയെടുക്കണം. അപ്പോൾ ഈ ഒരു കറിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നന്നായിട്ട് ഞെരടി എടുക്കുന്നതാണ്. കാരണം ഈ ഞെരടി എടുത്താലാണ് ഇതിൻ്റെ ജ്യൂസ് എല്ലാം ഇറങ്ങി നല്ലൊരു മണവും നല്ലൊരു രുചിയും കിട്ടുന്നത്. ഇനി ഇത് നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഈ മാങ്ങയിലോട്ട് ഇതിൻ്റെ ഒരു ജ്യൂസും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടട്ടെ. പിന്നെ ഇനി വേണ്ടത് ഒരു അരമുറി തേങ്ങയാണ്. അതും കൂടെ ഒന്ന് തിരികെ വെച്ചോളൂ. അപ്പോൾ നമുക്ക് ആ ഒരു തേങ്ങയുടെ പാലാണ്, അതായത് 2ാം പാലാണ് നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിൽ വേണം ഇത് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് മതി. മാങ്ങയ്ക്ക് അധികം സമയമൊന്നും വേവില്ല. അപ്പോൾ ഒരു 3-5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു 2ാം പാലിൽ കിടന്നിട്ട് നന്നായിട്ട് ഈ മാങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണം, എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിത് നമ്മുടെ കറി അത്യാവശ്യം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമുക്കിതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത്, അതായത് 1ാം പാല്. ഈ 1ാം പാല് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1ാം പാല് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അധികം നേരം ഇത് അടുപ്പേ വെച്ചിരിക്കരുത്. ഇത് പെട്ടെന്ന് പിരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ചട്ടി ഒന്ന് ജസ്റ്റ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മളിത് ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും, നമ്മുടെ കറിയെല്ലാം കുളമാവും.
അപ്പോൾ ഇതേ കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ കറിയെല്ലാം നല്ല അടിപൊളിയായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതിൻ്റെ ഒരു നല്ല മണമാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് തളിച്ചിടാം. അപ്പോൾ ഇതാ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ വറ്റൽമുളക് തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് ഈ കറിവേപ്പില അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും എല്ലാം കൂടെ നമ്മൾ മൂപ്പിച്ചതാ കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബീഫ് കറിയുടെ കൂടെ അതുപോലെ തന്നെ മീൻ കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അടിപൊളിയാണത്. അപ്പോൾ അങ്കമാലിയിലൊക്കെ ഈ കല്യാണത്തിൻ്റെയൊക്കെ തലേ ദിവസം ഇതുപോലെ ഈ അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കും. അവിടുത്തെയൊക്കെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വിഭവമാണിത്. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്